വിജി അന്ന് മോളിങ്ങനെ ദേഷ്യപ്പെട്ടിനി സ്കൂളിൽ നിന്ന് കൂട്ടാൻ പോയേ ഇങ്ങനെയാണ് ഒരക്ഷരം വേണ്ടിയിട്ടുണ്ട്. എന്നാന്നമ്മോ വന്നേരം പോലെ ദേഷ്യാന്ന് ഒന്നും തിന്നിട്ടില്ല. ഞാനും ചോദിച്ചിനി മുഖം വേർപ്പിച്ചിരുത്താന്ന്. നിങ്ങളൊന്ന് പോയി ചോദിക്കറ. മോളെ എന്നാണ് ആരെങ്കിലും പറഞ്ഞ അച്ഛൻ തന്നെ കാരണം അച്ഛൻ എപ്പോ സ്കൂളിൽ ഇരുന്നീ ഒന്ന് കൊണ്ടാക്കെ ഒന്ന് കൂട്ടെ അത്ര പോരെ. ഒന്ന് ഇടക്കിടക്ക് അച്ഛൻ സ്കൂളിൽ ഇരുന്നീ. ഇന്നൊരു കുട്ടി പറഞ്ഞറിയാ എന്റെ അച്ഛന് തറവാട് സ്വത്തായി ഇതെന്ന് എല്ലാരും ചിരിച്ചു. ഈ സ്കൂളിൽ നാളെ കിട്ടില്ല. മോക്ക് അച്ഛൻ പേരിന് ഇപ്പൊ ഒരു ശല്യല്ലേ? അച്ഛൻ കൂടുതലേ വരുന്നത് അതെനിക്കറിയാം. അത് ഇത്ര വലിയ കുറവുകൂടാകുന്ന അച്ഛൻ അറിയില്ല. അച്ഛൻ എന്തിട്ട് അങ്ങനെ വരുന്നറിയാം? അച്ഛൻ്റെ കുട്ടിക്കാലം ഓർത്ത് പോയി, അതുകൊണ്ടാണ് വരുന്നത്. ആ ഒരു അവസ്ഥ മോക്കുണ്ടാകുമെന്ന് ചിന്തിച്ചു പോയി. അച്ഛൻ്റെ കുട്ടിക്കാലത്ത് ഇങ്ങനെ വരാൻ അച്ഛനും ഉണ്ടായിട്ടില്ല, അമ്മയും ഉണ്ടായിട്ടില്ല. മറ്റുള്ള കുട്ടികളെല്ലാം അച്ഛനും അമ്മയെല്ലാം വരുമ്പോൾ അച്ഛന് ഭയങ്കര ആഗ്രഹമാണ് എനിക്ക് അങ്ങനെ ഒരു അച്ഛനുണ്ടെങ്കിൽ അമ്മയുണ്ടെങ്കിൽ. ഇത് രണ്ടും ഇല്ലാത്തൊരവസ്ഥയിൽ ജീവിച്ച ഒരാളാണ് അച്ഛൻ. കുട്ടികളിൽ ഓടിപ്പോവും. എൻ്റെ അച്ഛൻ വന്ന് അമ്മ വന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് ഓടിപ്പോവും. അച്ഛന് വരാനും ആരുമില്ല, അച്ഛൻ ഓടിപ്പോകാനും ആരുമില്ല. അതിൻ്റെ ഒരു വിഷമമില്ലേ? അത് അനുഭവിച്ചാലേ മോക്ക് മനസ്സിലാവും. അത് അനുഭവിച്ച് വളർന്ന ഒരാളാണ് അച്ഛൻ. ആ ഒരവസ്ഥ എൻ്റെ മോക്ക് ഉണ്ടായിരുന്നു വെച്ചിട്ട് അച്ഛൻ അടവന്നേ. അത് ഇത്ര വലിയ ശല്യമാണെങ്കിലും ഇനി അച്ഛൻ വരില്ല കേട്ടാ. ഇനി അച്ഛൻ പുറത്ത് വന്നിട്ട് അങ്ങ് പോയിക്കോളും. രാവിലെ ആയാലും വൈകുന്നേരം ആയാലും അച്ഛൻ വരില്ല, സത്യമായിട്ടും വരില്ല കേട്ടാ. വരൂല. അച്ഛ അവരെന്ത് പറഞ്ഞാലും എത്ര കളിയാക്കിയാലും അച്ഛൻ നാളെ സ്കൂളിൽ വരണേ.